ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ലേണിംഗ് എക്സാം എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും ചേച്ചിയാണ്. ഞങ്ങളെ കൂടെ പ്രവണ ഉണ്ടായിരുന്നു, പക്ഷേ ഓള് നാട്ടിലേക്ക് പോയതുകൊണ്ട് ഓക്കെ എഴുതാൻ പറ്റിയില്ല. ഓക്ക് വരാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും പോയിട്ടാണ് ഇപ്പോൾ എക്സാം എഴുതുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ കഴിച്ച് ഞങ്ങൾ 5:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന്. കാരണം ഇവർ 7 മണിക്ക് തന്നെ അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആവേണ്ട വിചാരിച്ച് 5:30 മറ്റേ മലപ്പുറം ബസ്സിൽ പോവാന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മലപ്പുറം ബസ് കിട്ടിയില്ല. നേരെ മഞ്ചേരിക്ക് ഒരു KSRTC ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം മഞ്ചേരി ഇറങ്ങി പിന്നെ മലപ്പുറം ബസ് കയറാട്ടോ ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഒരു 6:45 അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ ഒരു മനുഷ്യക്കുട്ടി അവിടെ ഇല്ല. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ആണെങ്കിൽ ഫുള്ള് നായ്ക്കൾ. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നേ ഞങ്ങളുടെ കുറേ നായ്ക്കൾ ഞങ്ങളെ വെക്കുകയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് പുറത്തിറങ്ങിയിരുന്നു. 7 മണിയൊക്കെ ആയിട്ട് എൻ്റെ മോഹനൊക്കെ പനിക്കുണ്ട് ഗൈസ് ചെറുതായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴാണെങ്കിൽ ആ നായ്ക്കൾ ഒരു കൂട്ടത്തുകൂടെ ഞങ്ങളെ അടുത്തേക്ക് പുറത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴാണ് ഒരു താത്തയും ഒരു കുട്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ ഓലൊക്കെ കൂടെ ഉള്ളിലേക്ക് വന്നു. ഞങ്ങൾ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളെക്കാളും ശേഷം വന്ന ആൾക്കാരൊക്കെ അവിടെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ അത്ര നേരത്തെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എൻ്റെ 83 രക്ഷിച്ചിൻ്റെ 51 ഒക്കെ ആയിരുന്നു നമ്പർ. പിന്നെ നമ്മൾ രേശേച്ചിനെ കുറച്ച് കോമഡികളൊക്കെ കേട്ട് അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് തുറന്ന് സംഭവം വിളിക്കാനായിട്ടോ. അപ്പം അങ്ങനെ രേശേച്ചി നമ്പറായി രേശേച്ചി കയറി. അപ്പം തന്നെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിക്ക് ടെൻഷനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ രേശേച്ചി കയറിയപ്പോൾ രേശേച്ചി പിന്നെ ഞാനും കൂടെ വരട്ടെ എന്ന് വിചാരിച്ച് കുറേ അവിടെ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ്. പിന്നെ ഞാൻ കയറി വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോഴേക്ക് രേശേച്ചി കയറി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാനും കയറി. അങ്ങനെ ഞങ്ങൾ എക്സാം പാസ്സായിരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇടും, അല്ലെങ്കിൽ ഇടൂര്. ഇനി നമ്മൾ വീട്ടിൽ പോവല്ല, ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. രജിസ്ട്രേഷക്ക് എന്തൊക്കെ വാങ്ങാൻ പൈസ അല്ലാതെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ കൂടെ പ്രവണയും കൂടെ എഴുതേണ്ടതായിരുന്നു ഈ എക്സാം. ബട്ട് ഓള് പോയി നമ്മളെ നാട്ടിലേക്ക്. അതുകൊണ്ട് അത് ചിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ബൈ. അടുത്ത എങ്ങോട്ടേയും കയറുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറം ടൗണിലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പിന്നെ ബസ് കയറാനായിട്ട് പോയിട്ട് ഞങ്ങൾക്ക് അവിടെ പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരാളോട് ചോദിച്ചു. ഒരു പറഞ്ഞത് ഞങ്ങൾക്ക് രക്ഷിച്ച് വെയിലുകൊണ്ട് അവസാനം ഷാളൊക്കെ പുതച്ചാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. നേരെ മഞ്ചേരിക്കുള്ള ബസ്സാണ് കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ മഞ്ചേരിക്ക് പോയി. പിന്നെ ഗൈസ് ലേണിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തായി തോന്നി. വളരെ പെട്ടെന്നായിരുന്നു കഴിഞ്ഞത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മഞ്ചേരി എത്തിയതിന് ശേഷം ഒരു ഷോപ്പ് കയറി ഡ്രസ്സൊക്കെ നോക്കി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഡ്രസ്സ് അവിടെ ഇല്ല എന്നല്ല, എൻ്റെ സൈസ് എനിക്ക് കിട്ടാറില്ല. എവിടെ നോക്കിയാലും എനിക്ക് അങ്ങനെയാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ സാധനം കിട്ടൂല എൻ്റെ സൈസിന്. അഥവാ അത് വാങ്ങിയാലും അത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ പോകും. പിന്നെ ആ ചേച്ചി അതൊക്കെ പാക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മിററിൽ നോക്കി കുറച്ച് ഫോട്ടോസ് എടുത്തില്ല, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ചേച്ചി പാക്കൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് 2 മനസ്സായിട്ടോ ഇത് എടുക്കണമെന്ന്. പിന്നെ ഈ കട്ട് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവസാനം അതെടുത്ത് പോന്ന്. അത് കഴിഞ്ഞ് അവിടെ 2-3 ക്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ തലയിൽ വെച്ച് നോക്കി. പക്ഷെ എനിക്ക് രസമില്ല ഗൈസ്. അതുപോലെ തന്നെ ഞാൻ അവിടെ വെച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ നമ്മൾ സമയത്ത് നടന്നു ഡ്രസ്സ് വാങ്ങി ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി കവർ തന്ന് പറ്റിച്ചു കണ്ടില്ലേ. ഇനി ഞങ്ങൾക്ക് നേരെ നമുക്കൊരു 2 പവൻ ഗോൾഡ് വാങ്ങിട്ട് തരാം. കാണിച്ചെടുത്ത് ജ്വല്ലറി കണ്ടില്ലേ. ചേച്ചിക്ക് കല്യാണം 2ാമത് ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ ബസ് അല്ല ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഗൈസ് അവിടുന്ന് അരീക്കോട് നിന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊന്നും കഴിഞ്ഞു. മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അരീക്കോടിക്ക് വന്ന് മമ്മതയിൽ നിന്ന് കയറി നമുക്കൊരു ബിരിയാണി കഴിക്കാം. എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് അത് തയ്ക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ എന്നും അടിക്കണേ എന്നും ഉണ്ടാവണ ആ താത്ത അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മെറ്റീരിയൽ അവിടെ കൊടുത്ത് പിന്നെ വരാണ് പോയത്. എന്താണ് വാങ്ങാൻ പോണേ? എന്തോ അങ്ങനെ പോണേ? എന്താ എക്സ്പ്രഷനൊക്കെ മാറണേ? ഞങ്ങൾ മമ്മതയിൽ ഫുഡ് കഴിക്കാവുന്നതാണ്. കഴിക്കാം.
അങ്ങനെ നമ്മൾ മമതയിൽ കയറിയതാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഓർത്തത് അവിടെ മീൽസ് ഇല്ലാത്തത്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്തു, ബിരിയാണിൻ്റെ റൈസ് മാത്രം ഓർഡർ ചെയ്തു, ചിക്കൻ പീസ് ഇല്ലാണ്ട്. ചേച്ചി മീൽസ് ഇല്ലാത്തതിൻ്റെ സങ്കടത്തിലാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും നമ്മുടെ ഫുഡ് എത്തിയിട്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ ബിരിയാണി വന്നിരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പോവാണ് ഗൈസ്. ഇനിയും വീണ്ടും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ടെസ്റ്റിന് കാണാം. നമ്മൾ വീട്ടിൽ പോകാൻ ചേച്ചി നേരെ അവിടെ നിന്ന് പോയി. നമ്മൾ ഫുഡ് കഴിച്ചപ്പം പിന്നെ നേരെ വീട്ടിൽ പോയി. അപ്പം ഞാനും വീട്ടിൽ പോകാനുള്ള ബസ് കയറിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം.